വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം കടയിൽ നിന്നുള്ള ബ്രാൻഡഡ് അരിപ്പൊടിയൊന്നുമില്ലാതെ തന്നെ വീട്ടിലുള്ള പച്ചരി കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് പച്ചരി. ഞാൻ ഇവിടെ സാധാ പച്ചരി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് 1.5 നാഴി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർക്കുകയാണ്, അത് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള. നമുക്കിവിടെ നാഴിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കപ്പ് എടുക്കാം. എന്തിലാണ് അളവെടുക്കുന്നതെങ്കിലും 1.5 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ 1.5 അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ എടുക്കാം. തേങ്ങ എടുക്കുമ്പോൾ അതിൻ്റെ വെള്ള ഭാഗം മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ അപ്പം നല്ല വെള്ള കളറിലിരിക്കും. അതുപോലെ തന്നെ ഈസ്റ്റ്, പിന്നെ ആ തേങ്ങയുടെ വെള്ളം കൂടെ ഉപയോഗിക്കുകയാണ്. കുതിർത്തി വെച്ചിരിക്കുന്ന പച്ചരിയിൽ ഞാൻ 3 സ്പൂൺ ഇവിടെ എടുക്കുകയാണ്. 3 വലിയ സ്പൂണിന് 3 സ്പൂൺ എടുക്കുകയാണ്. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ അടുപ്പത്ത് വെച്ച് അല്പം കുറുക്കി എടുക്കാനായിട്ട് പോവുകയാണ്. ഇതിനെ പാവ് കാച്ചുക എന്നാണ് പറയുക. നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പാവ് കാച്ചുന്നത്. ഇത് നന്നായിട്ട് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഞാൻ ഡ്രൈ ആക്കി പാവ് കാച്ചി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നല്ലതായിട്ട് തണുപ്പിക്കാൻ വെക്കുകയാണ്. ബാക്കിയുള്ള പച്ചരി ഞാൻ അരയ്ക്കുന്ന അതിലേക്ക് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ വെള്ളം ഇതിലേക്ക് ഉപയോഗിക്കുകയാണ്. അതിപ്പോൾ ഈ പരുവത്തിലാണ് ഞാൻ അരിച്ചെടുത്തത്. നമ്മൾ തിരുവി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർക്കാം. നന്നായിട്ട് തണുപ്പിച്ച് പാവ് കാച്ചി വെച്ചിരിക്കുന്ന മാവ് കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത മൊത്തത്തിലുള്ള നമ്മുടെ പരുവം ഇതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 സ്പൂൺ ഈസ്റ്റാണ്. അതും ആ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതും ഈ മാവിൻ്റെ കൂടെ ചേർക്കുക. ഈസ്റ്റ് നേരിട്ട് ഇതിൽ ചേർത്താൽ കട്ടയായിട്ട് കിടക്കും. അതില്ലാതിരിക്കാനാണ് നമ്മൾ മിക്സിയിൽ തന്നെ നന്നായിട്ട് അരച്ചെടുക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. ഒരു 4 മണിക്കൂർ ഇരിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് പൊങ്ങി വരും. ഇത് പൊങ്ങി വന്ന മാവാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഏലക്കയുടെ പൊടി കൂടെ ചേർക്കാം. അതിലേക്ക് ആവശ്യമുള്ള അളവിന് പഞ്ചസാര. ഞാനിവിടെ 2 സ്പൂണാണ് ചേർക്കുന്നത്. മധുരം അല്പം കൂടെ വേണമെന്നുള്ളവർക്ക് അല്പം കൂടെ മധുരം ചേർക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ചുടാനായിട്ട് ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ഒരല്പം എണ്ണ നമ്മൾ നന്നായിട്ട് തടവിയാൽ അടിയിൽ പിടിക്കാതെ തന്നെ നമുക്ക് അപ്പം ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിൽ 1/2 പാത്രമേ മാവ് ഒഴിക്കാൻ പാടുള്ളൂ. കാരണം ഇത് പൊങ്ങി വരുമ്പോൾ നമുക്ക് ആ പാത്രം നിറച്ച് പൊങ്ങി വരും. വെളിയിൽ കളഞ്ഞു പോകാതിരിക്കാനാണ് ഞാനിവിടെ 1/2 പാത്രം മാത്രം ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ട് ചുട്ട അപ്പമാണ്. ചുടുക എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റോളം നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. നിങ്ങൾ നോക്കി നോക്കൂ എത്ര സോഫ്റ്റായിട്ടാണ് ഈ അപ്പം ഇരിക്കുന്നതെന്ന്. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ ബദാമോ എന്താണ് നിങ്ങളുടെ യുക്തി അനുസരിച്ച് ചേർക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇതിന് മട്ടൻ കുറുമയോ അല്ലെങ്കിൽ ചിക്കൻ കുറുമയോ എന്താണ് നിങ്ങൾക്ക് ഇതിന് ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് അത് ഉപയോഗിച്ച് കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഒരു 4 മണിക്കൂർ കൊണ്ട് തന്നെ സോഫ്റ്റായിട്ടുള്ള ഈ വട്ടയപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്